വ്യാപാരി വ്യവസായി സമിതി പാർലമെന്റ് മാർച്ച് ആരംഭിച്ചു. GST കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ബഹിരാഷ്ട്ര കൊമേഴ്സ് ഭീമന്മാരോട് വലിയ താൽപര്യമാണ് കേന്ദ്ര സർക്കാരിനെന്നും അദ്ദേഹം പറഞ്ഞു. ദില്ലിയിൽ വ്യാപാരി വ്യവസായി സമിതി പാർലമെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ്. കച്ചവടക്കാരെ കഷ്ടപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് GSTയുടെ പേരിൽ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കൊമേഴ്സിന്റെ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാരെ പിഴിയുന്ന ആൾക്കാർ ഇന്ന് ഇന്ത്യയെ പിടിമുറുക്കിയിരിക്കുന്ന ബഹുരാഷ്ട്ര കൊമേഴ്സ് ഭീമന്മാരോട് കാണിക്കുന്ന ഒരു സ്നേഹവായ്പയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ആമസോൺ പോലുള്ള വലിയ വലിയ ഭീമന്മാർ നിങ്ങളുടെ വേർപ്പിലാണ് അവർ കൊമേഴ്സ് നടത്തുന്നത്. നിങ്ങൾ വാടകയെല്ലാം കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവനക്കാർക്ക് ശമ്പളവും കൊടുത്ത് ഒരു പീടിക നടത്താൻ ബുദ്ധിമുട്ടുമ്പോൾ ഇതൊന്നുമില്ലാതെ നിങ്ങളുടെ ചെലവിൽ കൊമേഴ്സ് നടത്തി ലാഭമുണ്ടാക്കുകയാണ്. സിബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സിബി, വിശദാംശങ്ങൾ. ഷമ്മ, ഇന്നിപ്പോൾ വ്യാപാര മേഖലയിലെ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടിയാണ് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ പാർലമെന്റ് മാർച്ച് നടത്തിയത്. പ്രത്യേകിച്ച് നോട്ട് നിരോധനവും GSTയും GDP വളർച്ചാ നിരക്കുണ്ടായ വലിയ ഇടിവെല്ലാം നിലയും വ്യാപാര മേഖലയെ തകർത്തു. മാത്രമല്ല ഓൺലൈൻ വ്യാപാരവും പ്രത്യക്ഷ വിദേശ നിക്ഷേപം അടക്കമെല്ലാം നിലയും വലിയ രീതിയിൽ സാരമായിട്ടാണ് ചെറുകിട വ്യവസായത്തെ ബാധിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ മാർച്ച് നടത്തിയത്. ജന്തർ മന്ദിറിൽ നടന്ന മാർച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉദ്ഘാടനം ചെയ്തു. വലിയ വ്യവസായികൾക്ക് മാത്രം കേന്ദ്രം നികുതി ഭാരം കുറച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 5 വർഷത്തിനിടെ വൻ വ്യവസായികൾക്ക് 8.50 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യം ഇതുവഴി ലഭിച്ചു. എന്നാൽ ചെറുകിട വ്യവസായികളെ തകരുന്ന ഒരു സാഹചര്യമാണെന്നും ജോൺ ബ്രിട്ടാസ് MP ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ മാർച്ച് ഇപ്പോഴും ജന്തർ മന്ദിറിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി LDF ഇടതുപക്ഷ MP എല്ലാം തന്നെയും ഈ മാർച്ചിൽ വരും മണിക്കൂറുകളിൽ പങ്കുചേരുകയും ചെയ്യും. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.